നമ്മുടെ ആക്ടർ അജ്മൽ അമീറിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു ആണ്, ഇതൊന്നും ഞാൻ ചെയ്തതല്ല, അങ്ങനത്തെ ക്ലെയിമുകളാണ് ആ വീഡിയോയിലുള്ളത്. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ആദ്യം ചിന്തിച്ചത് എന്താ വെച്ചെങ്കിൽ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇത് ഇയാൾ പറയുന്നത് കേൾക്കുമ്പോൾ അജ്മൽ ഇൻ്റലിജൻസ് എന്നുള്ള രീതിക്ക് ഈ കാര്യങ്ങൾ മാറിപ്പോയോ എന്നുള്ളത് ഞാൻ സംശയിച്ചു. പിന്നെ ഇതേപോലുള്ളൊരു ക്യാമ്പയിൻ, ഒരു ഫേക്ക് ക്യാമ്പയിൻ ആണെങ്കിൽ, ഫേക്കായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് ഇപ്പം ഞാനടക്കമുള്ള ഒരു വീഡിയോ ചെയ്തതെന്ന് അജ്മലിന് തോന്നുകയാണെങ്കിൽ അജ്മൽ ഡെഫിനറ്റ്ലി ഒരു കേസിന് പോവുക വേണ്ടത്. മനസ്സിലായോ? എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് എന്നും, അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഉപയോഗിച്ച ഹാക്ക് ചെയ്ത, എൻ്റെ ഫോണിൽ ലോഗിൻ ചെയ്ത, എൻ്റെ വേറെ ആരൊക്കെയോ ഉപയോഗിച്ചുണ്ടായ, അല്ലെങ്കിൽ ഞാനല്ലാതെ എൻ്റെ അക്കൗണ്ട് വേറെ ആരോ ആളുകളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി മാനേജ് ചെയ്തു, അതിലൂടെ അവർ അജ്മലാണ് എന്ന് പ്രിറ്റൻഡ് ചെയ്ത് അയച്ചു എന്നുള്ള അങ്ങനത്തെ വേർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷണം നടക്കട്ടെ. അതല്ലേ വേണ്ട. ഇവിടെ ഒരു എന്താ പറയുക, നിയമവ്യവസ്ഥയുണ്ട്, കോടതിയുണ്ട്, പോലീസുണ്ട്, കേസ് കൊടുക്കാൻ പറ്റും. കാരണം ഒരു ലീഡ് ആക്ടർക്കെതിരെയാണ് ഇത്രയും വലിയൊരു അലിഗേഷൻ വരുന്നത്. അത് 1-2 സ്ഥലങ്ങളിൽ നിന്നല്ല. അപ്പം അജ്മൽ അതൊന്നും ചെയ്തതായിട്ട് കണ്ടില്ല. എല്ലാം ഒരു ദൈവത്തിൻ്റെ മുകളിൽ ഏഴെ മുകളിലൊക്കെ കൊണ്ടുപോയി ഇടുന്ന പോലത്തെ ഒരു വീഡിയോ ആണ് ശ്രദ്ധയിൽപ്പെട്ട. ആദ്യം നമുക്ക് വീഡിയോയിലേക്ക് പോയി വെക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജ്മൽ അമീർ. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും, ഒരു AI വോയിസ് ഇമിറ്റേറ്റിങ്ങിനും, ബ്രില്യൻ എഡിറ്റിങ്ങിനും ഒന്നും എന്നെയോ എൻ്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഇതിലും വലിയ 2 ഇൻഡസ്ട്രികളിൽ പോയിട്ട് പ്രൂവ് ചെയ്ത് സർവശക്തൻ്റെ മാത്രം അനുഗ്രഹം കൊണ്ട് സർവൈവ് ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. കൃത്യമായിട്ടൊരു മാനേജറില്ല, ഒരു PR ടീമില്ല, കൃത്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളില്ല. പണ്ടിപ്പോഴോ എൻ്റെ ഫാൻസുകാർ തുടങ്ങി തന്ന ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നു മുതൽ വരുന്ന എല്ലാ കണ്ടന്റുകളും, എല്ലാ കാര്യങ്ങളും എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഞാൻ മാത്രമേ. അപ്പോൾ AI ആണ്, എഡിറ്റഡ് ആണ്, മാനിപ്പുലേറ്റഡ് ആണ്, വോയിസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഫാബ്രിക്കേറ്റഡ് ആണെന്നൊക്കെ പറയുന്ന അജ്മൽ ഇൻ്റലിജൻസിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് മാനേജറില്ല, PR ടീമില്ല, നിങ്ങൾക്ക് ആരുമില്ല, ഏതോ ഫാൻസ് ഉണ്ടാക്കി തന്നൊരു പേജ്. ഇനിയിപ്പോൾ അയാളുടെ പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കേസ് കൊടുക്കാമല്ലോ. ഏത് ഫാൻസാണ് ഈ ഉണ്ടാക്കി തന്നത് അവരുടെ പേരിൽ നിങ്ങൾ, അല്ലെങ്കിൽ ഒരു ഫാനാണ് അവരുടെ പേരിൽ നിങ്ങൾ കേസ് കൊടുക്കുക. കാരണം നിങ്ങളുടെ ലോഗിൻ ആ വ്യക്തിയുടെ കയ്യിലുണ്ടെങ്കിലോ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളൊന്നൊരു സ്ക്രീൻഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഇൻസ്റ്റാ സ്റ്റോറിക്കകത്ത്. അപ്പോൾ അതിനകത്ത് കുറേ ലോഗിൻ ഡീറ്റെയിൽസുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലോഗിൻ ഡീറ്റെയിൽസിൽ 2020 ഡിസംബർ കൊച്ചി ഇന്ത്യ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2020 തന്നെ 2 ഡിസംബറിൽ iPhone Xലുണ്ട് വേറൊന്ന്, പിന്നെ 2020 പിന്നെ ഈ വർഷം 2025 ജൂണിലുണ്ട്. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി റണ്ണിങ് ഓൺ iPhone 12 Pro Max. ഇതിലേതെങ്കിലും ലോഗിൻ നിങ്ങളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാമല്ലോ, നിങ്ങൾക്ക് കേസ് കൊടുക്കാം. കാരണം നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച്, നിങ്ങളുടെ സ്വന്തം പേഴ്സണൽ അക്കൗണ്ട് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരാൾ ഇനി ഹാക്ക് ചെയ്ത് കയറിയിട്ടാണെങ്കിൽ പോലും ആ ഹാക്ക് ചെയ്തവൻ ആരാന്ന് കണ്ടുപിടിക്കാനുള്ള ഫെസിലിറ്റി ഈ നാട്ടിലില്ലേ? അപ്പോൾ അതൊന്നും ഉപയോഗിക്കാതെ നിങ്ങൾ ഇങ്ങനൊരു സാധനം അജ്മൽ ഇൻ്റലിജൻസ് ആണെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുമ്പോൾ 100 കണക്കിനുള്ള ചോദ്യങ്ങളാണ് ബാക്കി നിൽക്കുക. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാം, ഇറ്റ് ഹാപ്പൻഡ്, എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയി. ഒരു കോഴിത്തരത്തിൻ്റെ ഒരു എക്സ്ട്രീം പ്രോ വേർഷൻ. അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണ്ടായിരുന്നു. ഇതിപ്പോൾ എന്ത് എക്സ്പ്ലനേഷനാണ് നിങ്ങൾ കൊടുത്തത്? കൊള്ളാം. എന്താണെങ്കിലും ബാക്കിയോടെ കാണാം. 2-3 ദിവസം മുന്നേ വളരെ മോശപ്പെട്ട രീതിയിൽ എൻ്റെ ഒരു ന്യൂസ് പുറത്തു വന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. എന്നെ ബാക്ക് ടു ബാക്ക് ഡീഫെയിം ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളിട്ട സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് അവർക്ക് സമൂഹത്തോടുള്ള സ്നേഹവും കരുതലും ഒക്കെ കണ്ടിട്ട് ഒരുപാട് റെസ്പെക്റ്റ് എനിക്ക് തോന്നുന്നുണ്ട്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഒരുപാട് തെറിവിളികൾക്ക് മുകളിൽ എന്നെ സാന്ത്വനിപ്പിച്ചുകൊണ്ട്, എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് വരുന്ന ടെക്സ്റ്റുകളും കോളുകളും വോയിസ് മെസ്സേജുകളും തന്ന ഒരു ശക്തിയാണ് ഞാനിന്നിവിടെ നിങ്ങളുടെ മുന്നിലിരിക്കാനുള്ള മെയിൻ റീസൺ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് നിങ്ങളാണ്. എന്തായാലും ഞാനിപ്പോൾ ദുബായിലാണുള്ളത്.
എൻ്റെ കുറച്ച് പുതിയ പ്രോജക്ട്സിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ദുബായിൽ തന്നെ സേഫായിട്ട് ഇരിക്കുന്നേ പറയാനുള്ളൂ. കാരണം എന്താ പറയുക, അജ്മൽ അപ്രോച്ച് ചെയ്ത അജ്മലിൽ നിന്നൊരു ബാഡ് ഇൻറ്റൻഷനാണെന്ന് മനസ്സിലായ ഒരാളും ഒരു കേസോ കൂട്ടത്തിനോ കാര്യത്തിനോ പോകാൻ റെഡിയല്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അജ്മൽ ഈ പറയുന്ന, അതായത് ഇന്ന് പൊട്ടി മുളച്ച് വന്നത് എന്ന് പറയുന്ന സംഗതികൾ കുറച്ച് കാലമായിട്ട് എയറിൽ അജ്മലിൻ്റെ ഉള്ള സംഗതികളാണ്. നമ്മുടെ കുറച്ച് സ്ക്രീൻഷോട്ട്സ് വയ്ക്കാം. ഇതൊക്കെ റെഡിറ്റിൽ ദിവസം നിങ്ങൾ നോക്കിയാൽ മതി. 80 days അല്ലെങ്കിൽ ലൈക്ക് 100 days ഒക്കെ ബിഫോറുള്ള കുറേ കോൺവെർസേഷൻ്റെ സ്ക്രീൻഷോട്ട്സാണ് ഞാനിവിടെ വെക്കുന്നത്. മനസ്സിലായോ? ബാഡ് എക്സ്പീരിയൻസ് ഫ്രം ആക്ടർ അജ്മൽ അമീർ ഇൻ DMs. ഈ സംഗതിയൊക്കെ വരുന്നത് എത്രയോ ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് മുമ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് ഇയേഴ്സ് ബാക്ക് ഇയാളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ സർക്കിളിലുള്ള ഒരുപാട് പേരുണ്ട്. അതായത് റിയാക്ഷൻ ചാനലടക്കം ഇങ്ങനത്തെ ഇപ്പോൾ പറഞ്ഞ സോ കോൾഡ് സൊസൈറ്റിയോട് ഭയങ്കര സ്നേഹം തോന്നുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ് നമ്മളെ തലയിൽ ഇട്ട് തന്ന ഐറ്റങ്ങൾ ഞങ്ങളൊക്കെയാണല്ലോ പറഞ്ഞത്. ഇന്നലെ ആര്യൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തു. ക്ലിയർ കട്ട് വേർഷൻ ഞാൻ അതിനകത്ത് ആര്യൻ്റെ പേഴ്സ്പെക്റ്റീവ് അതെന്താന്നുള്ള എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അജ്മലിൻ്റെ കേസിൽ ഇതല്ല വിഷയം. മനസ്സിലായോ? കാരണം ഞാൻ കൂടുതലൊന്നും ഇവിടെ വെക്കുന്നില്ല. ഞാൻ അനന്തുവിന് വന്ന 2 വോയിസുകളും എനിക്ക് പേഴ്സണലി ഒരുപാട് പേര് മെസ്സേജിലുണ്ട് അജ്മലിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം. ഓക്കെ, ഞാൻ ഒറ്റ ഒരു മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ വെക്കുന്നുള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ട് 4 year മുന്നേ ആണ് അവൻ്റെ ഒരു ഫിലിം കണ്ടിട്ട് മെസ്സേജ് അയച്ചു. നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ റിപ്ലൈ ചെയ്തു. അവൾ അങ്ങനെ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ഫിലിം ആക്ടറൊക്കെ മെസ്സേജ് അയച്ചു. അവൾക്ക് ഇവൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുട്ടിയുള്ള ഏജ് ഒന്നും. ഫോട്ടോ കണ്ട് എനിക്ക് ക്രഷായിന്ന് ഒക്കെ അവൻ പറഞ്ഞു. എന്നിട്ട് മെസ്സേജ് അയക്കുമായിരുന്നു അവൻ നന്നായിട്ട്. എന്നിട്ട് കാണാമോ എന്ന് ചോദിച്ചു. അങ്ങനെ വന്നൊരു ജാഗ്വറിലൊക്കെ അങ്ങനെ കോളേജിൽ വന്നു. അവൾക്ക് 20 21 ആയിരുന്നു അപ്പോൾ വയസ്സ്. എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഏതൊരു ഹോട്ടലിൽ കൊണ്ടുപോയി. എന്നിട്ട് യൂസ് ആക്കി അവളെ. എന്നിട്ട് വീണ്ടും വിളിച്ചു ചെല്ലാൻ. അങ്ങനെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഫ്രണ്ട്സ് വീട്ടിൽ പറഞ്ഞു. അങ്ങനെ വീട്ടിലൊക്കെ സീനായി. അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ആക്കി കളഞ്ഞു. അവനെ വിളിച്ചൊക്കെ ചീത്ത വിളിച്ചു. അവനൊരു പക്ക ഫ്രോഡാണ്. അവൻ ഇങ്ങനെ ഫീൽഡിൽ നിന്ന് ഇങ്ങനെയൊക്കെ അവൻ്റെ കൂടെ ആക്ട് ചെയ്യുന്നവരെ കാര്യം ഞാൻ ആലോചിച്ചു. അപ്പോൾ സിദ്ദിഖിൻ്റെ കേസൊക്കെ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ബ്രോ ഇവനെ എന്താ ആരും പറയാത്തേ എന്ന്. ഇത് ഒരു കുട്ടിക്കുണ്ടായ ഇൻസിഡൻറ്റ്, കുട്ടിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള ഒരാൾ എനിക്ക് അയച്ചതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആലോചിക്കുക, ഇത്രയൊക്കെ ഇഷ്യൂസ് ഇയാൾ റിലേറ്റഡ് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവരൊന്നും പുറത്ത് പറയാത്തത്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടത് പുറത്ത് പറയുന്നില്ല എന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ആ കുട്ടി കൂടി ഇൻവോൾവ് ആണല്ലോ, ആ കുട്ടി കൂടി അങ്ങനെ പോയി എന്നുള്ളത് കൊണ്ടും കൂടിയാണല്ലോ അങ്ങനത്തെ. പിന്നെ ആ കുട്ടിയുടെ ഫാമിലിക്കാണെങ്കിൽ ഇതിൽ ടേക്കപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം കുട്ടികളാണ്, ഇനി മുന്നോട്ടുള്ള പഠിത്തം കാര്യങ്ങൾ അവരുടെ ലൈഫ് അവനെ അത്യാവശ്യം രീതിയിൽ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചില വിഷയങ്ങൾ ഇവൻ്റെ ടേക്കപ്പ് ചെയ്യാത്തത് ഇങ്ങനത്തെയൊക്കെ റീസൺസ് ആണ്. അതായത് ആരും ഇത് റെഡി അല്ല മുന്നോട്ട് വരാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ. ചിലരൊക്കെ അവനെ പ്രൈമറി ആ ഫേസിൽ തന്നെ ഇവൻ ഈ ചാറ്റുകൾ അയക്കുമ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്ത് വിടും. അല്ലാത്തവർ ഇതേപോലെ പോയി കണ്ടവരുണ്ടാവും. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് എന്നൊക്കെ ഇവൻ വന്നിരുന്ന് പറയുമ്പോൾ ഇവനെ ആശ്വസിപ്പിക്കാൻ പോകുന്നവർ ഒന്നില്ലെങ്കിൽ ഓക്കെ ഒരു ആക്ടറാണ് അതുകൊണ്ട് ഇവനെ പോയി ആശ്വസിപ്പിക്കാന്ന് പറഞ്ഞ് പോകുന്നവരായിരിക്കും. അല്ലെങ്കിൽ സിമിലർ കൈൻഡ് ഓഫ് മോഡസിൽ എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്ത് അതിന്ന് വൈറ്റ് വാഷും പുട്ടിയടിച്ച് പുറത്തിറങ്ങി രക്ഷപ്പെടാൻ നോക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. എന്നെപ്പോലെ ഒരു എന്താ പറയുക, തെറ്റായ കേസിൽ തെറ്റായ ആരോപണത്തിൽ ലൈഫ് സ്പോയിലായി പോവണ്ട, കരിയർ പോവണ്ട, ഞാനോ പെട്ടുപോയി അതുപോലെ പെട്ടുപോയ ഒരുത്തനായിരിക്കാം ഈ നിൽക്കുന്ന ആളെന്ന് വിചാരിച്ചിട്ട് ഒന്നും അറിയാതെ കയറി സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും. ഇങ്ങനെ എനിക്ക് തോന്നുന്നുള്ളൂ. ഓക്കെ, ഇനി അനന്തുവിന് വന്ന വോയിസ് അനന്തു വീഡിയോയിൽ വെച്ചത് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം.
എൻ്റെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പുള്ളി എന്തോ വില്ലനായിട്ടായിരുന്നു. ഒരു 2023 ടൈമിലാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു. പഠിക്കുകയായിരുന്നു. അന്നൊരു 19 വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പ്രായം. ഞാനിങ്ങനെ സിനിമ നമ്മൾ കാണുമ്പോൾ സ്റ്റോറി ഇടുമല്ലോ. അപ്പോൾ ഞാൻ ഈ പുള്ളിയെ മെൻഷൻ ചെയ്തിട്ടുണ്ടായി. അതിനു മുമ്പ് വരെ ഇയാളെ ഫോളോയേ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ നമ്മൾ കാസ്റ്റ് തപ്പി നോക്കുന്ന ടൈമിലാണ് പുള്ളിയുടെ പ്രൊഫൈൽ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്തു. ഒരു ദിവസം കഴിഞ്ഞ് പുള്ളി ഇത് കണ്ടു. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ ഇട്ടു. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഒരു ഫാൻ ഗേൾ ആണല്ലോ. അപ്പോൾ ഞാൻ താങ്ക് യു സോ മച്ച് ഫോർ റെസ്പോൺസ് പറഞ്ഞ് വിട്ടു. എന്നിട്ട് ചോദിച്ചു എവിടാ വീട്. അപ്പം ഞാനും ഇങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചത്, ബേസിക് ആയിട്ടുള്ള നല്ല മനുഷ്യനായിരിക്കും എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു മിസ്റ്റേക്ക്. കാരണം എവിടാ വീടെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ക്യാഷ്വലായിട്ട് ടോക്ക് ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഈ സ്ഥലത്ത് വരുന്നുണ്ട്, കാണാൻ വരുന്നുണ്ടോ. അപ്പം ഞാൻ ചോദിച്ചു അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഗൂഗിളിൽ പുള്ളിയെ പറ്റി സെർച്ച് ചെയ്തപ്പോൾ പുള്ളി ഓൾറെഡി മാരീഡ് ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കസിന് അടുത്തുണ്ടായിരുന്നു ഈ മെസ്സേജ് അയക്കുന്ന ടൈമിലൊക്കെ. അപ്പോൾ അവൾ പറഞ്ഞു ചിലപ്പോൾ ഈ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ പ്രൊഫൈൽ അവർ തന്നെ അല്ലല്ലോ, അത് മാനേജ് ചെയ്യുന്നത് വേറൊരാൾ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു ചിലപ്പോൾ അയാളായിരിക്കും, മറ്റേ അജ്മലിനെ അറിയത്തില്ലായിരിക്കും പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇത് അജ്മലൊന്നും ആയിരിക്കില്ല, അത് പുള്ളി. കാരണം എനിക്ക് തോന്നുന്നില്ല ഒരു ആക്ടറിന് സ്വന്തമായിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ തോന്നിയാസം കാണിക്കാൻ പറ്റുമോ. കാരണം ഞാൻ അഥവാ ഈ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കാത്തത് ഇയാൾ എനിക്ക് മാത്രം മെസ്സേജ് അയച്ചിട്ടുള്ളൂ, അതോ ഇതെന്താണ് ഇയാളെന്താണ് ഇതുവരെ എക്സ്പോസ് ആവാത്തത്, ആവേണ്ടതാണല്ലോ. അന്ന് എനിക്കത്ര ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അറിയാമല്ലോ. കാരണം വെറും 19 വയസ്സൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ ഓൾറെഡി സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഫോണിൽ നിന്ന്. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചത് പുള്ളിയൊന്നും ആയിരിക്കില്ല, പുള്ളി അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴല്ലേ സംഭവം മനസ്സിലായത് പുള്ളിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, മാരീഡാണ് എന്നൊക്കെ. പിന്നെ അതും ഒരു ഞെട്ടലാണല്ലോ. കാരണം ഒരു ആക്ടർ, പുതിയ കാര്യമല്ല, പക്ഷെ എന്നാലും ഒരു നല്ല ധൈര്യത്തോടു കൂടി പുള്ളി എനിക്ക് മെസ്സേജ് അയക്കുക, ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുക. ഞാൻ എന്തെങ്കിലും സെക്സ് അങ്ങനെ ഇതിൽ പോയിട്ടല്ലല്ലോ, ലൈക്ക് ഞാൻ ആ ഒരു ഇതിൽ ഇൻട്രസ്റ്റഡ് അങ്ങനെയൊന്നും ചോദിച്ചിട്ടല്ലല്ലോ. പുള്ളി ഇങ്ങോട്ട് എൻ്റെ വീട് എവിടെ കാണാൻ വരുന്നുണ്ടോ, ഞാനിവിടെ വരുന്നുണ്ട്, നമുക്ക് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതേപോലെ രീതിയിലാണ് എനിക്കും ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമുക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ തുടങ്ങിയത്. ഇതിനെ കാരണം പുള്ളി ഒരു ആക്ടറാണ്, സോ നമുക്കറിയാം യൂഷ്വലി എന്താണ് സാധാരണ സംഭവിക്കാറുള്ളത് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്നുള്ളൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയ പോലത്തെ അപ്രോച്ച് 1-2 ആളല്ല ഡിയർ അജ്മൽ ബ്രദർ ഈ ഷെയർ ചെയ്യുന്നതൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, പലർക്കും ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ പ്രശ്നം കാണും, പലർക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പബ്ലിക്കലിയുള്ള വിഷയങ്ങൾ കാണും, ഇത് ടേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള വിഷയങ്ങൾ കാണും. അതുകൊണ്ടൊക്കെ ആയിരിക്കണം നിങ്ങൾ ഈ വന്നിരുന്നത്. നിങ്ങൾക്ക് ഇത്ര ധൈര്യം, അജ്മൽ ഇൻ്റലിജൻസ് പറയാനുള്ള ഒരു ധൈര്യം തന്നെ അത് തന്നെ ആയിരിക്കണം. പല ഇതേപോലെ മോഡസ് ചെയ്യുന്നവർക്കുമുള്ള ഒരു ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് ആരും ഇത് മുന്നോട്ട് കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ ഇതൊന്നും നിയമത്തിന് മുന്നിൽ ആരും കൊണ്ടുവരാൻ റെഡി ആയിരിക്കില്ല. ഓപ്പോസിറ്റുള്ളത് സ്ത്രീകളാകുമ്പോൾ ഇപ്പോഴാണെങ്കിൽ സൊസൈറ്റിയിലൊരു ഡൗട്ടിൻ്റെ എലമെൻറ്റ് കൂടി ഉണ്ടല്ലോ. ഇപ്പം ഞാനടക്കം പല വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇതെന്താ പറയുക, ഒരു പെണ്ണുങ്ങൾ വന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇത് ഒരാളല്ല, ഇതെത്ര കോൾ ഔട്ട് എന്നൊക്കെ പറഞ്ഞു, ഇത് എത്രയോ വന്നേ. അതും ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയ്ക്ക് പൊട്ടി മുളച്ച് വന്നൊന്നുമല്ല, കുറച്ച് വർഷങ്ങളായിട്ട് ഈ സംഗതികളുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ വായിച്ച മെസ്സേജിലുള്ള പോലെ തന്നെ ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളിങ്ങനെ ഒരു തന്നെ സാധനം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇതൊന്നും വരില്ലേ എന്തോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ. ഇതുകൊണ്ടൊക്കെയാണ് കുറച്ച് കാലമായിട്ട് നമ്മളാരും ഒന്നും ഇതിനെക്കുറിച്ച് ടേക്കപ്പ് ചെയ്യാതെയും പറയാതെ ഇരുന്നത്. പക്ഷെ അജ്മൽ ഇൻ്റലിജൻസ് ഭയങ്കരമായി പോയി. പിന്നെ ആ ഗ്ലാസ് അങ്ങോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ണ് പഴുത്ത് ചീഞ്ഞലിഞ്ഞിരിക്കുക തോന്നുന്നു. പെട്ടെന്ന് സ്കെഡ്യൂൾ ബ്രേക്ക് ഇട്ടു. അപ്പം ഞാൻ ബാംഗ്ലൂരോട്ട് തിരിച്ചു വരാം. അപ്പം ഞാൻ ഓൾറെഡി ബസ് ബുക്ക് ചെയ്തേ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനും ബാംഗ്ലൂരോട്ടുണ്ട്, അപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് ഫ്ലൈറ്റിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മളെ വേറൊരു പുള്ളിക്കാരൻ ഇതുപോലെ എന്നെ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ എത്തി ഏർലി മോർണിംഗ്. എനിക്ക് രാവിലെ തന്നെ എനിക്കൊരു കോള് വരികയാണ്. എനിക്ക് ആദ്യം മെസ്സേജ് എങ്ങാണ്ടാ വന്നേന്ന് തോന്നുന്നു, അജ്മലാണ്, എന്താണ് പരിപാടി, ഫ്രീ ആയിട്ട് പറ, മീറ്റ് ചെയ്യാന്ന്
എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറയാം. മീൻസ് ആ ഒരു സമയത്ത് ആ ഫസ്റ്റ് മൊമെന്റിൽ ഞാൻ ആദ്യം ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്റെ നമ്പർ കിട്ടിയത്. ഐ മീൻ എന്താ പറയാ, ലൈക്ക് ഒരു വർക്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരാൾക്കാര് എന്തിനാണ് എന്നോട് ചോദിക്കാതെ എന്റെ നമ്പർ പുറത്തുനിന്ന് എടുത്തിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്തതെന്നായിരുന്നു എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാനത് പുള്ളിക്കാരുടെ അടുത്ത് ഒന്നും സംസാരിച്ചില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഈവനിങ് ആയപ്പോൾ പുള്ളി എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആണ് ഞാനിപ്പം യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന വീഡിയോയിൽ പലരും പറയുന്ന സെയിം കാര്യങ്ങളാണ് ഞാനും കേട്ടത് കേട്ടോ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഞാൻ ആ സമയത്ത് ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യണേ. അപ്പൊ എന്നോട് പറഞ്ഞു ഇതുപോലെ ആൾ ഇന്ദിരാനഗറാണ് സ്റ്റേ ചെയ്യണേ, ആൾക്ക് ഈവനിങ് അപ്പം താൻ ഇങ്ങോട്ട് വാ, നമുക്കൊരു പാർട്ടിയൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഇത്ര സമയമാകുമ്പം എന്റെ ഹോസ്റ്റൽ അടയ്ക്കും. അപ്പോൾ പറഞ്ഞു ഇല്ലടോ, താൻ എന്തായാലും ലൈക്ക് എന്താ ഇങ്ങോട്ട് വായോ, ഇവിടെ തന്നെ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, അത് ശരിയാവില്ല, കാരണം എന്റെ ഹോസ്റ്റലിൽ ഇങ്ങനെ ടൈമിംഗ് ഉണ്ട്, അപ്പൊ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലൈക്ക് ഈ ഒരു ഇതിനകത്ത് നമുക്ക് കുറച്ച് കണക്ഷൻ ഉള്ള എൻ്റെ ഒരു ബ്രദർഹുഡ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള കുറച്ച് ക്രൂസ് മെമ്പേഴ്സ് ഉണ്ട് അതിനകത്ത്. അപ്പം ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അപ്പം എൻ്റെ നമ്പർ ആരാണ് എൻ്റെ പെർമിഷൻ ഇല്ലാതെ വേറെ ഇപ്പം കൂടെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ ആരായിക്കോട്ടെ ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല, പക്ഷെ ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ആക്ച്വലി അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അപ്പം ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളി ലൈക്ക് എന്താ പറയുന്നത്, പിന്നെ നമ്മൾ സെറ്റിൽ വെച്ചിട്ട് പിന്നെയും ബ്രേക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സെറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ഓരോ ലൈക്ക് എന്താ പറയാ നമ്മളെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലുള്ള ലൈക്ക് എന്താ പറയുക കാണിക്കലൊക്കെ ഞാൻ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിൽക്കുന്ന ഹീറോയിനായിട്ട് ഒപ്പം ആക്ട് ചെയ്തവർ അടക്കമുള്ളവർ ദ സെയിം മോഡസ് സെയിം ആണ്. എന്തെങ്കിലും രീതിയിൽ ഇയാളെ ടാഗ് ചെയ്യുക, ഇയാളെ കുറച്ച് സ്റ്റോറി ഇടുക, അല്ലെങ്കിൽ ഇയാളായിട്ട് എവിടെയെങ്കിലും ആർക്കെങ്കിലും പോയി മെസ്സേജ് അയക്കുക, ഒരു സെലിബ്രിറ്റി ഫേസ് ആണെന്ന് ഉള്ളതിലുപരി നേരെ കാണാൻ പറ്റും. ലൈക്ക് ഈ ഒരു സംഗതി എല്ലാവരുടെ അടുത്തും അടിച്ചു നോക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ പോയിട്ട് ഇനിയിപ്പോൾ ഇതേപോലെ ആരെങ്കിലും കാണാമെന്നോ മീറ്റ് ചെയ്യാമെന്നോ പറയുമ്പോൾ അത് വേറെ സ്കീം, അത് അങ്ങനെ പോകുന്നു. ഞാൻ ആലോചിക്കുന്നത് ഇത് കുറച്ചെന്താ അറിയുമോ, അജ്മൽ ഇൻ്റലിജൻസ് അല്ല നാട്ടുകാർ ഇൻ്റലിജൻസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ബെറ്റർ ഇതുമ്മ തീർന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ മണ്ണിട്ട് മൂടാണ് നല്ലത്. ഓക്കെ, ഇനിയും അജ്മൽ ഇൻ്റലിജൻസിൻ്റെ പല ഇൻ്റർവ്യൂ എക്സ്പ്ലനേഷനൊന്നുമായിട്ട് വരാതിരിക്കുക. ആയതായി ഇതിപ്പോൾ നിൽക്കുകയാണെങ്കിൽ ഇത് നിന്ന് പോയി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ വാല് പിടിച്ച് ആണ് മറ്റേ സൗണ്ട് മിമിക്കറി പുതിയ ആരോ എടുത്ത് കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തതാണ്, ഇങ്ങനത്തെ ഐറ്റമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ആളുകൾ ഇത് മലയാളികൾ എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. റെഡിറ്റിലെ കമൻറ്റ് ബോക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കന്മാരും തമിഴന്മാരൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ വേറെ ഉണ്ട്. ഓക്കെ, കോൺസ് ഇടുന്ന ഒരുപാട് പേര് വേറെയുണ്ട്. എന്തിനാ പാൻ ഇന്ത്യൻ ലെവലിൽ പോയിട്ട് എയർ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. മലയാളികൾക്ക് വീണടഞ്ഞ വിഗ്രഹം അവിടെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇത് ഈ അജ്മൽ ഇൻ്റലിജൻസ് അങ്ങോട്ട് സെറ്റായല്ലോ, കുറേയൊക്കെ ഇനി അങ്ങനെ പറയാം. അല്ലെങ്കിൽ അക്കൗണ്ട് ഉപയോഗിച്ച ആളുകൾ ഇന്ന വ്യക്തികൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. അത് വിശ്വസിക്കാനുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുണ്ടാവും. ഇന്ന കൂട്ടത്തിൽ കൂട്ടണം, ഞാനത് വിശ്വസിക്കുന്ന ഒരാളല്ല. ഓക്കെ.